നമസ്കാരം, ദിസ് ഇസ് ഉത്രാവണി. വെൽക്കം ടു ടുഡേസ് വീഡിയോ. ഈ ദക്ഷിണ കൊടുക്കലിനെ പറ്റിയിട്ട് പലർക്കും എപ്പോഴും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് വിജയദശമി അടുപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിലോ പാട്ട് ക്ലാസ്സിലോ ഒരു കല പഠിക്കാനായിട്ട് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദക്ഷിണ കൊടുക്കേണ്ടത്, ഇത് പല കുട്ടികൾക്കും പേരൻസിനും അറിയാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണയെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കല പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുത്തിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ എന്നാണ് നമ്മളുടെ പുരാണങ്ങൾ തൊട്ട് നമ്മളുടെ വിശ്വാസം. ഗുരുദക്ഷിണ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാം. ഗുരു നിൽക്കേണ്ടത് കിഴക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അതായത് സൺറൈസ് എവിടെയാണോ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ട് വേണം ഗുരു നിൽക്കാനായിട്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം സ്റ്റുഡൻറ്റ് നിൽക്കാനായിട്ട്. അപ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോൾ നമുക്ക് 1, 3, 5, 7 അങ്ങനെ ഓഡ് നമ്പേഴ്സിൽ വേണം നമ്മൾ ദക്ഷിണ കൊടുക്കാനായിട്ട്. ഇനി വെറ്റിലയും അടക്കയും പൈസയും വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ദക്ഷിണ നൽകുന്നത്. അപ്പോൾ വെറ്റില കൊടുക്കുമ്പോൾ വെറ്റിലയുടെ കൂർത്ത ഭാഗം, മുനയുള്ള ഭാഗം നമ്മൾ ഗുരുവിന് നേരെ വേണം കൊടുക്കാനായിട്ട്. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തേക്ക് മറ്റേ സൈഡ് വരണം, കൂർത്ത ഭാഗം ഗുരുവിലേക്ക് നീട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ വെറ്റില പ്ലേസ് ചെയ്യേണ്ടത്. അതിൻ്റെ മുകളിൽ അടക്കി വെക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പൈസയും വെക്കുന്നു. പൈസ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കരുത് എന്ന് പറയും. അതായത് എത്ര എമൗണ്ട് ആണോ നമ്മൾ വെക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഒറ്റ കോയിനെങ്കിലും വെച്ചിരിക്കണം എന്ന് പറയും. ഒരു 1 rupee കോയിനെങ്കിലും നമ്മൾ വെക്കണം. അതായത് നമ്മൾ പഠിച്ചു തീരുന്നേ ഇല്ല, ഈ കല എന്നും എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് പഠിക്കാൻ സാധിക്കട്ടെ, അതിനൊരിക്കലും ഒരു സ്റ്റോപ്പ് വരുന്നില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കരുത് എന്ന് പറയുന്നത്. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ്, എന്നും എനിക്ക് അങ്ങയുടെ അടുത്തുനിന്ന് വിവരവും വിദ്യയും ലഭിക്കാൻ സാധിക്കട്ടെ, എന്നും ഞാൻ ആ കടപ്പാടോടുകൂടി തന്നെ അങ്ങയുടെ കൂടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് നമ്മളൊരു ഒറ്റ കോയിനെങ്കിലും അതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം കൊടുക്കാൻ എന്ന് പറയുന്നത്. ഇനി ദക്ഷിണ നമ്മൾ ഗുരുവിന് കൊടുത്തതിന് ശേഷം ഗുരുവിൻ്റെ കാല് തൊട്ട് വന്ദിക്കണം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പലരും ചോദിക്കും, എന്തിനാണ് ഞാൻ ഒരാളുടെ കാല് തൊട്ട് നമസ്കരിക്കുന്നത്, എനിക്കതിനോട് യോജിപ്പില്ല എന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓൾ ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു റേഡിയോയിലൂടെ പാട്ട് കേൾക്കുന്ന പോലെ റേഡിയോ അല്ല പാട്ടുണ്ടാക്കുന്നത്, ഓർ ടെലിവിഷൻ അല്ല സിനിമ കൊണ്ടുവരുന്നത്. എവിടെയോ എടുത്ത ഒരു പാട്ട് ആ റേഡിയോയിൽ കൂടെ നമ്മൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നു. സോ അതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മളെല്ലാവരും, നമ്മൾ ഗുരുക്കന്മാരും. എവിടുന്നോ വരുന്ന ഒരു ശക്തിയോ എവിടുന്നോ വരുന്ന ഒരു അനുഗ്രഹമോ നമ്മളിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നു. നമുക്കറിയാവുന്ന വിദ്യ അത് നമ്മളും പഠിച്ചുണ്ടാക്കിയതാണ്, നമ്മൾ ജനിച്ചപ്പോഴേ പഠിച്ചതല്ല. അപ്പോൾ എവിടുന്നോ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ വിദ്യയും കാര്യങ്ങളും എല്ലാം നമ്മളുടെ അടുത്ത തലമുറയ്ക്കോ അടുത്ത ജനറേഷനിലേക്കോ നമ്മൾ പാസ് ഓൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഗുരുവിൻ്റെ ആ ഭൂമിയെ ഞാൻ വണങ്ങുന്നു. നിങ്ങളിലൂടെ എനിക്ക് ആ കല കിട്ടിയതിൽ ഞാൻ എന്നും താഴ്ന്ന് നിൽക്കുന്നു. ഐ എം ഓൾവേസ് ഹംബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് നോളജ് ആൻഡ് ദാറ്റ് വിസ്ഡം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലത്ത് തൊട്ട് നമസ്കരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ നമസ്കരിക്കുമ്പോൾ സ്റ്റുഡൻറ്റ് പറയേണ്ടതാണ് ഓം ശ്രീ ഗുരുഭ്യോ നമഃ എന്നുള്ളത്. അപ്പം തന്നെ ടീച്ചർ തിരിച്ച് കുട്ടിയെ അനുഗ്രഹിച്ചതിന് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചതിന് ശേഷം പറയേണ്ടതാണ് ഓം സരസ്വതിയെ നമഃ മംഗളം ഭവതു. അതായത് സരസ്വതിയുടെ അനുഗ്രഹം എന്നും നിന്നിലുണ്ടാവട്ടെ, സരസ്വതി എന്നും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹം നിനക്കെന്നും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെയാണത്. പലപ്പോഴും നമ്മൾ പല ടീച്ചേഴ്സിനും ഇതറിയില്ല. നമസ്കരിച്ചു കഴിഞ്ഞാൽ നന്നായി വരട്ടെ, നല്ലത് ചെയ്യൂ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ സരസ്വതിയുടെ അനുഗ്രഹവും സാമീപ്യവും എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം എന്നായിരിക്കണം നമ്മൾ കുട്ടികളെ അനുഗ്രഹിച്ചു വിടുന്നത്. ഇനി ചിലപ്പോൾ പ്രായം കൂടുതലായി ടീച്ചറെക്കാട്ടിലും പ്രായമുള്ള സ്റ്റുഡൻസിന് പലപ്പോഴും നമസ്കരിക്കാനോ ദക്ഷിണ കൊടുക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പലതവണ. പക്ഷേ ശരിക്കും ഒരു ഗുരു എന്ന് പറയുമ്പോൾ അതിൽ ഏജ് ഒട്ടും ഒരു ഫാക്ടർ അല്ല.
പരമശിവന് ഓംകാരത്തിൻ്റെ പൊരുൾ എന്താന്ന് പറഞ്ഞു കൊടുത്തത് സ്വന്തം മകനായ മുരുകനാണ്. അപ്പോൾ മകനായിട്ട് പോലും ഇത്രയും പ്രായം കുറവായിട്ടും ചെറിയ കുട്ടിയാണ് മുരുകൻ. അങ്ങനെയുള്ള മുരുകനാണ് സ്വന്തം അച്ഛന് ഓംകാരം എന്താണെന്നുള്ളത് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിവരം അല്ലെങ്കിൽ ജ്ഞാനം ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും താഴ്ന്ന ആളുടെ അടുത്ത് നിന്നായിരിക്കും, പ്രായം കൊണ്ട് താഴെയുള്ള ആളുടെ അടുത്ത് നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്നാലും നമുക്ക് ഇതേ റിച്വൽസ് തന്നെ ഫോളോ ചെയ്യാം. ലൈക്ക് ഐ സെഡ്, നമ്മളെല്ലാവരും ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. ആ വ്യക്തിയിലൂടെ പകർന്നു വരുന്ന വിദ്യയാണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ വ്യക്തിയുടെ കാലിൽ പോയി വീഴണം, അവരാരാ ഇത്ര വലിയ ആൾ, അങ്ങനത്തെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുടെ അടുത്ത് നിന്ന് വരുന്ന എന്ത് ഉപദേശവും എന്ത് നോളജും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. എനിക്ക് അറിയില്ല, അങ്ങ് പറയുന്നതാണ് എനിക്ക് എല്ലാം എന്നുള്ള ഒരു ഹ്യൂമിലിറ്റി അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ഗുരുത്വം എന്നുള്ള കാര്യം ലഭിക്കാൻ സാധിക്കുള്ളൂ. ഇനി ദക്ഷിണ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വെറ്റിലയും അടയ്ക്കയും പൈസയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ വെറ്റില നൽകുന്നത്. ഇനി പലപ്പോഴും വെറ്റില കിട്ടാനില്ല അല്ലെങ്കിൽ അടയ്ക്ക കിട്ടാനില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു തുളസി ഇലയുടെ കൂടെ പൈസ വെച്ചിട്ട്, തുളസിയുടെ ഒരു തണ്ടെടുത്തിട്ട് അതിൻ്റെ കൂടെ പൈസ വെച്ചിട്ടും ഗുരുവിന് നൽകാവുന്നതാണ്. വളരെ വിസ്തരിച്ച് ദക്ഷിണ നൽകണമെങ്കിൽ നമ്മളൊരു തളികയിൽ പട്ട്, അതായത് സാരിയോ വസ്ത്രം എന്തെങ്കിലും, അതുപോലെ തന്നെ പഴങ്ങൾ വെക്കാം, ഫ്രൂട്ട്സ് വെക്കാം, നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വെക്കാം, പൂക്കൾ വെക്കാം. വളരെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരം പൂക്കൾ വെക്കാം. അതിൻ്റെ കൂടെ വെറ്റിലയും അടയ്ക്കയും പൈസയും. ഇനി ചില ആൾക്കാർ ഗിഫ്റ്റായിട്ട് വെക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ സാരിയും ഇതൊക്കെ വെറ്റില അടയ്ക്കയൊന്നും യൂസ് ചെയ്യുന്നവരല്ലല്ലോ ഇപ്പോഴത്തെ ഗുരുക്കന്മാർ. അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഗിഫ്റ്റ് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടെ വെച്ച് ഒരു തളികയായിട്ടും വിസ്തരിച്ച് നമുക്ക് ഗുരുവിന് നൽകാവുന്നതാണ്. നാളികേരവും അതിനകത്ത് വെക്കാം. ഇനി നമ്മൾ പഠിക്കുന്ന ഗുരു ഒരു മാഷാണെങ്കിൽ സാരിക്ക് പകരം തീർച്ചയായിട്ടും നമുക്ക് മുണ്ടും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും നോക്കാറില്ല, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം കൊടുക്കാം. ഷർട്ടോ ജുബ്ബയോ, സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് ചുരിദാറും ഒക്കെ വെക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ ഒരു നമുക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് എന്താണോ അതുപോലെ അനുസരിച്ചിട്ടും നമുക്ക് ദക്ഷിണ നൽകാവുന്നതാണ്. ദക്ഷിണയെ പറ്റി പറയുമ്പോൾ തന്നെ ദർ ഇസ് എ സ്റ്റോറി അബൌട്ട് എക്സംപ്ലറി ഡിസൈപ്പിൾഷിപ്പ്. നമ്മുടെ ദ്രോണാചാര്യരുടെയും ഏകലവ്യൻ്റെയും കഥയാണ്. മഹാഭാരതത്തിലെ ഏകലവ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ പറ്റി പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. ഈ രാജകുടുംബങ്ങളിൽ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് പുറത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യർ പാണ്ഡവന്മാരെ ട്രെയിൻ ചെയ്യാൻ വന്ന ഒരു ഗുരു ആയതുകൊണ്ട് പുറത്തുള്ളവരെ പഠിപ്പിക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം. അത് പ്രത്യേകിച്ചും പാവപ്പെട്ട ആൾക്കാരെ പഠിപ്പിക്കാൻ പാടില്ല എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് വെച്ചിട്ട് ഏകലവ്യൻ ദ്രോണാചാര്യരോട് ഒരുപാട് ആരാധന തുടങ്ങി. അപ്പോൾ ഏകലവ്യൻ എന്ന് പറഞ്ഞ കുട്ടി ആർച്ചറി പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ഗുരു വന്നു, അതായിരുന്നു ദ്രോണാചാര്യർ. അപ്പോൾ ദ്രോണാചാര്യരുടെ അടുത്തുനിന്ന് എങ്ങനെ പഠിക്കാം എന്നുള്ളതായി പിന്നെ ആ കുട്ടിയുടെ ഒരു ആഗ്രഹം. അങ്ങനെ വന്നപ്പോൾ പഠിപ്പിക്കാൻ പറ്റില്ല എന്നറിഞ്ഞു. അപ്പോൾ ഒരുപാട് സങ്കടമായി. എന്തായാലും മനസ്സിൽ ആ ഗുരുവിനെ അത്രത്തോളം ഇഷ്ടത്തോടുകൂടെ തന്നെ ഒരുപാട് സന്തോഷത്തോടുകൂടെ തന്നെ പ്രാർത്ഥിച്ച് ആ ഗുരുവിൻ്റെ അനുഗ്രഹം മേടിച്ച് ആ കുട്ടി തന്നെത്താനെ പ്രാക്ടീസ് ചെയ്ത് വർഷങ്ങളോളം ആർച്ചറി പ്രാക്ടീസ് ചെയ്ത് ഹി ബിക്കേം വൺ ഓഫ് ദ ബെസ്റ്റ് ആർച്ചേഴ്സ് ഇൻ ടൗൺ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അർജുനൻ ഇതിനെപ്പറ്റി അറിഞ്ഞു. അപ്പോൾ അർജുനൻ പെട്ടെന്ന് ഹി ഫെൽറ്റ് ലിറ്റിൽ ഇൻസെക്യൂർ, ബിക്കോസ് അർജുനനാണ് ഏറ്റവും വലിയ ആർച്ചർ എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെക്കാട്ടിലും നന്നായിട്ട് ആർച്ചറി ചെയ്യുന്ന ഒരാൾ ഇതാരാണ് എന്ന് പെട്ടെന്ന് ഒരു സംശയം വന്നു. അപ്പോൾ എന്നെക്കാട്ടിലും നന്നായിട്ട് അമ്പെയ്ത്ത് ചെയ്യുന്ന ഒരാൾ അതും ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അർജുനന് പെട്ടെന്ന് ഒരു ഭയം വന്നു ഉള്ളിൽ. അപ്പോൾ ആരാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചത് എന്ന് അന്വേഷിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ദ്രോണാചാര്യരാണ് എന്നെ പഠിപ്പിച്ചതെന്ന്. അപ്പോൾ അർജുന ബിക്കെയിം വെരി ഫ്യൂരിയസ്. നമ്മൾക്ക് മാത്രം പഠിപ്പിക്കാനായിട്ട് വന്ന ഒരാൾ പുറത്തുനിന്നുള്ളൊരു കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നു, എങ്ങനെ നിങ്ങൾ അറിയാതെ ഇത്
സാധിച്ചു എന്ന് വയ്ക്കും. അപ്പോൾ ദ്രോണാചാര്യർക്കാകെ അത്ഭുതമായി. ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇത് ആരാണ്, ഞാൻ അറിയാത്ത എൻ്റെ ഒരു ശിഷ്യൻ ആരാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഏകലവ്യനെ കണ്ടുമുട്ടി. അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് പഠിച്ചത് എന്ന്. അപ്പം ഏകലവ്യൻ പറഞ്ഞു, എൻ്റെ ഗുരുവായിട്ട് ഞാൻ താങ്കളെ മനസ്സിലെന്നും അർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറ്റാൻ പറ്റില്ല. ഒരിക്കൽ നമ്മൾ ഒരാളുടെ ഗുരുവായിട്ട് ഒരാളെ നമ്മുടെ മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അപ്പോൾ അങ്ങേക്ക് എന്താണ് ദക്ഷിണയായിട്ട് വേണ്ടത്? ഞാൻ എന്തും തരാൻ തയ്യാറാണ് എന്ന് പറയും. അപ്പോൾ ദ്രോണാചാര്യർ പറയും, എനിക്ക് നിൻ്റെ റൈറ്റ് തമ്പാണ്, തള്ളവിരലാണ് വേണ്ടത് എന്ന്. അപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ ആ ഏകലവ്യൻ അപ്പം തന്നെ കൈ വിരൽ മുറിച്ച് ഗുരുവിന് ദക്ഷിണയായിട്ട് നൽകി എന്നതാണ് കഥ. അപ്പോൾ വലത് കൈയിലെ തള്ളവിരലില്ലാതെ എങ്ങനെ ആ കുട്ടി ഇനി അമ്പെയ്ത്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. അത് ആ ശിഷ്യനെ തകർക്കാൻ വേണ്ടിയായിരുന്നോ ആ ഗുരു അങ്ങനെ ചെയ്തത് എന്നും ചില വേർഷൻസ് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, മഹാഭാരതത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുടെ ഇടയിൽ ഏകലവ്യനെ അത്രയും നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരൊറ്റ കഥ കൊണ്ടാണ്. അപ്പം അങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ ഉയർത്തി കൊടുത്തത് സ്വന്തം ഗുരുവാണ് എന്നും പറയുന്നുണ്ട്. സോ ഗുരുവിൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റാറില്ല. ഗുരു എന്ത് ചോദിക്കുന്നോ അത് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ളത്. ഏകലവ്യ നെവർ സ്റ്റോപ്ഡ് ആർച്ചറി. ഹീ സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആർച്ചേഴ്സ് മഹാഭാരത ഹാസ് എവർ സീൻ എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് അറ്റം വരെയും പോകാൻ സാധിക്കും. ആൻഡ് ഗുരുവിൻ്റെ അനുഗ്രഹവും ഗുരുത്വവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഉയരാൻ സാധിക്കുള്ളൂ എന്നുള്ളതും ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ മാത്സ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴോ ഈ ദക്ഷിണ കൊടുക്കലോ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ലല്ലോ, എന്തുകൊണ്ടാണ് ഡാൻസിനും പാട്ടിനും മാത്രം ഇത്രയധികം റിച്വൽസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം? ബിക്കോസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഇന്ത്യൻ ആർട്ട് ഫോം. ഇന്ത്യൻ ട്രഡീഷനിലൂടെ വന്നിട്ടുള്ള ആർട്ട് ഫോംസ് ആവുമ്പോൾ നമ്മളത് ഇന്ത്യൻ രീതിയിൽ തന്നെ ചെയ്യണം. ഈ ദക്ഷിണ എന്നുള്ള കാര്യമൊക്കെ വളരെ ഇന്ത്യൻ കൾച്ചറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗുരു എന്ത് ചോദിക്കുന്നോ അതാണ് ദക്ഷിണ. ഗുരു ഫീസ് പറയുമ്പോൾ ഫീസാണ് ദക്ഷിണ. നമ്മൾ സ്കൂളിൽ പലപ്പോഴും സ്കൂളിലൊന്നും ദക്ഷിണ ഇല്ലല്ലോ എന്ന് പറയും. സ്കൂളിൽ നമ്മൾ ഫീസ് അടയ്ക്കുന്നു, ഡൊണേഷൻ അടയ്ക്കുന്നുണ്ട്. അവിടുത്തെ യൂണിഫോംസിനും ബുക്സിനും എല്ലാത്തിനും അതിൻ്റേതായ ചാർജസ് ഉണ്ട്. അത് കുറച്ചും കൂടെ ഒരു റിട്ടൺ ഫോർമാറ്റിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്ന് മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. ബട്ട് ട്രഡീഷണൽ ആർട്ട് ഫോംസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ദക്ഷിണ കൊടുക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഒരു ടിപ്പ് കൊടുക്കുന്ന പോലെയാണ് ആൾക്കാർ വെക്കാറുള്ളത്. അത് മോശമായിട്ട് ഞാൻ പറയല്ല. ഒരു 10 രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ 1 രൂപ കോയിൻ 10ഉം 1ഉം കൂടെയൊക്കെ വെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മോശമായിട്ടല്ല പറയണത്, പക്ഷേ നമ്മൾക്കുള്ളതെല്ലാം നമ്മളുടെ ഗുരുവിന് എന്നുള്ളതും കൂടിയാണ് ദക്ഷിണയുടെ ഒരു അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പട്ടും പൂക്കളും പഴങ്ങളും എല്ലാം ചേർത്ത് നിറച്ച് ഒരു പ്ലേറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ മനസ്സിൽ അത് നിറഞ്ഞ് ഇരിക്കണം എന്നുള്ള പോലെയാണ് ഗുരുവിൻ്റെ മനസ്സും നിറയണം അത് കാണുമ്പോൾ എന്നുള്ളത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ സാധിക്കുന്നത് നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെ കൊടുക്കുക. അല്ലാണ്ട് ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തിനാ ദക്ഷിണ കൊടുക്കുന്നത്, ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. എപ്പോഴും എൻ്റെ ഗുരുവിന് എനിക്കുള്ളതെല്ലാം എൻ്റെ ഗുരുവിന് എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും മാത്രമേ ദക്ഷിണ വെക്കാൻ പാടുള്ളൂ. നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെ വെക്കണം. അപ്പോൾ ഈ വിജയദശമിക്ക് പുതിയതായിട്ട് കല പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.